ഹലോ, ഇത് നമ്മൾ അബുദാബിയിൽ ബദാസായിദ് എന്ന സ്ഥലമാണ് കേട്ടോ കാണിക്കുന്നത്. ഞാൻ ഏകദേശമൊക്കെ മരുഭൂമിയാണ് എങ്കിലും ഒരുപാട് വികസനം വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ ബദാസായിദ്. ഇവിടെ അടിപൊളിയായിട്ടുള്ളൊരു സംഭവം ഞാൻ കാണിച്ചുതരാം. എന്താ വെച്ചാൽ നല്ല അടിപൊളി ഒരു പാർക്ക് ഈ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട്. ഒരു കാണേണ്ട ഒരു സൂപ്പർ പാർക്കാണ്. ആ പാർക്കിൻ്റെ പേരാണ് ഒയാസിസ് പാർക്ക്. ഇവിടെ ബോർഡ് വെച്ചിട്ട് കാണാം. മദീനത്ത് സായിദ് ഒയാസിസ് പാർക്ക് എന്നാണ് പാർക്കിൻ്റെ പേര്. അതിൻ്റെ ഫ്രണ്ട് ഭാഗമാട്ടെ ഈ കാണുന്നത്. നല്ല അടിപൊളിയായിട്ട് തന്നെ ഇവിടെ സംഭവം ഇവർ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഈ മരുഭൂമിയിൽ കൊണ്ടുവന്നിട്ട് ഫുള്ളും മരങ്ങളും പച്ചപ്പ് ചെടികളൊക്കെ നാട്ട് പിടിപ്പിച്ച് എമ്മാതിരി ആക്കിയിട്ടുണ്ട്. അറിയാം, നോക്കിക്കോ. അതുകൂടാണ്ട് ഇതിൻ്റെ അകത്ത് ഒരുപാട് വ്യത്യാസങ്ങൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് വെറൈറ്റീസുകൾ നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും കേട്ടോ. നമ്മൾ ഈ പാർക്കിൻ്റെ ഉള്ളിൽ നമ്മുടെ നാട്ടിൽ പഴഞ്ചലായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഇതിൻ്റെ അകത്ത് ഇവർ ന്യൂ വെർഷൻ ആക്കിയിട്ട് ഇവരിവിടെ ചെയ്തിട്ടുണ്ട്. എന്ത് രസം എന്നറിയാം ഇതിൻ്റെ അകത്ത് കാണാൻ വേണ്ടി ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗങ്ങളാണ് കേട്ടോ. ഇവിടെ ഒരു ബോർഡുണ്ട് ബദാസായിദ് മദീന സായിദ് ഒയാസിസ് പാർക്ക് എന്നിട്ട് ആരോ മാർക്കൊക്കെ ഇട്ട് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേ കൂടിയിട്ട് ഇങ്ങനെ അകത്തേക്ക് കയറുകയാണ്. ഇതൊക്കെ അതിൻ്റെ ഫ്രണ്ട് വ്യൂ ആട്ടെ. ഇതൊക്കെ ഒരു രാത്രിയിലുള്ള ഷോ ഇതാട്ടോ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. എന്നുവെച്ചാൽ രാത്രിയിൽ ആണ് ഈ പാർക്കിൻ്റെ ഭംഗി. ഫുള്ള് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഭയങ്കര രസമാണ് ഈ പാർക്കിൻ്റെ ഉള്ളിൽ കാണാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് രാത്രിയിലുള്ള വീഡിയോ എടുത്തിട്ടുള്ളത്. ഇതാണ് പാർക്കിൻ്റെ ഉൾഭാഗം. കണ്ടോ, സെൻറ്ററിൽ നല്ല വലിയൊരു കുളം ഇവരുടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് ഫുള്ള് സ്ലൈഡിങ്ങിന് ഫുള്ള് നല്ല കളർ ലൈറ്റ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കണ്ടോ. സെൻറ്ററിലെ വാട്ടർഫാള്, ഭയങ്കര സെറ്റപ്പാണ് കണ്ടോ. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ പഴയൊരു മോഡലാണ് ഈ പുല്ല് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവം ആക്കിയിട്ടുണ്ട്. നമ്മളെ പാറപ്പുല്ലാണ് അതിൻ്റെ മുകളിൽ വിരിച്ചിട്ടില്ല കണ്ടോ. പിന്നെ ഇതാ കളിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലങ്ങൾ. പിന്നെ ഈ സൈഡിലെല്ലാം വെച്ചിട്ടൊക്കെ നല്ല കയറും കൊണ്ടൊക്കെയാണ് നമ്മുടെ സൈഡൊക്കെ ആ ഒരു ഡിസൈനൊക്കെ ചെയ്താണ്. നമ്മുടെ നാട്ടിലെ ചൂടിക്കയറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് കണ്ട, മുമ്പ് നമ്മൾ നാട്ടിലൊക്കെ ഇങ്ങനെ ചെയ്യൽ ഇവിടെ ചെയ്യൽ മറ്റേ കമ്പിൻ്റെ ഇരുമ്പിൻ്റെ ഒരു ചെയിൻ ഉണ്ടല്ലോ, ആ ചെയിനാണ് അധിക സ്ഥലത്ത് ഇങ്ങനെ ഒരു മോഡൽ ചെയ്തിട്ടാണ് നാട്ടിലൊക്കെ. ഇവിടെ നോക്കിയാൽ നമ്മുടെ നാട്ടിലെ ചൂടിക്കയറാണ് ഇവരോട് ഉപയോഗിച്ചിട്ടുള്ളത്. ഫുള്ള് ലൈറ്റും കാര്യങ്ങളും അതിൽ നടക്കാൻ വേണ്ടിയിട്ടുള്ള പാതകളൊക്കെയാണ് ആക്കിയിട്ടുള്ളത്. ആ കുളത്തിൻ്റെ സൈഡൊക്കെ കണ്ട ലൈറ്റൊക്കെ വെച്ചിട്ട് നല്ല ബ്ലൂ കളർ ലൈറ്റൊക്കെ ആക്കി എന്ത് രസം. മൃഗത്തിൻ്റെ ഒരു രൂപമാക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കണ്ട കറക്റ്റ് ഒരു ഒറിജിനൽ മൃഗം നിൽക്കുന്ന ഒരു ഫീലിംഗ് ആണ്. അതേ അടിപൊളിയായിട്ടാണ് ഇവർ ചെയ്തിട്ടില്ല. എന്ത് രസം നോക്കിയാൽ കാണാൻ. അല്ല, കയറും കൊണ്ട് ഇവർ ഡിസൈൻ ആക്കിയാണ് ആ സൈഡ്. നമ്മുടെ നാട്ടിലെ കമ്പക്കയറില്ല, ചൂടിക്കയറാന്ന് പറഞ്ഞാൽ ഇവർ ഉപയോഗിച്ചത്. അതെല്ലാം എന്ത് വെറൈറ്റി നോക്കടാ. നമ്മുടെ നാട്ടിലുള്ള ആരും ഇതൊന്നും ചെയ്യാത്ത കാണാത്തൊരു സംഭവമാട്ടെ. ഈ കയറും കൊണ്ടൊക്കെ ഇങ്ങനെയൊക്കെ ആക്കി വെച്ചിട്ടുള്ളത്. നാട്ടിലുള്ള കാണില്ലേ, ഇരുമ്പിൻ്റെ ചെയിനാണ് ഉപയോഗിക്കുന്നതാണല്ലോ അധിക സ്ഥലത്ത് ഇങ്ങനെ, അല്ലെങ്കിൽ കമ്പി വെൽഡാക്കിയിട്ടോ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതാണല്ലോ. ഇതുകൊണ്ടാ, ഇതാണ് ഞാൻ പറഞ്ഞതാ പുല്ലും കൊണ്ട് മേലുണ്ട്, പാറപ്പുല്ലാതെ മേലെ പാകിയിട്ടുള്ളതാ. പിന്നെ പണിത് കംപ്ലീറ്റ് അത് മുളയാണ് കേട്ടോ. നമ്മൾ നാടൻ മുളകൾ കൊണ്ടുവന്നിട്ടാണ് ഇവരിതാ എന്ത് ഡിസൈനില്ലാന്ന് നോക്കിയാൽ ഷെഡ് ഉണ്ടാക്കിയുണ്ടോ. ഭയങ്കര രസമായി. എന്താ വെച്ചാൽ ഒരുപാട് അടുപ്പിച്ച് പീസുകളായിട്ട് ഇതാക്കിയിട്ട് വമ്പം ഡിസൈൻ അവർ കണ്ടോ. മുളയും കൊണ്ടാക്കിയതാ. മോൾ ഭാഗമെല്ലാം കണ്ടോ, ഫുള്ള് മുളൻ്റെ തൂണുകൾ വെച്ചിട്ട് ഭയങ്കര ഡിസൈൻ ആക്കി കേട്ടോ. സെൻട്രൽ ഒരു ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട് മേൽക്കൂരയിലാ. നമ്മുടെ നാട്ടിൽ മുളയും കൊണ്ട് ഇത്രയൊക്കെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്ന വീടുന്ന നമ്മളിത് കണ്ടേ പിന്നെ കേട്ടോ നമുക്ക് മനസ്സിലായത്. ആ ഫുള്ള് മരങ്ങളും പിന്നെ പച്ചപ്പുകളും ചെടികളൊക്കെ നട്ട്. അത് മരുഭൂമിയിലാണ് ഇത്ര സെറ്റപ്പ് ഈ പച്ചപ്പുകളെല്ലാം ഇവർ കൊണ്ട് സെറ്റാക്കിയത്. അതാണ് അത്ഭുതം.
ഇതാ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ഐറ്റംസുകളുണ്ട് ഇതിനകത്ത്. എൻ്റെ മുളയും കൊണ്ട് നമ്മൾ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സീറ്റിംഗ് ഒക്കെ ആക്കിയണ്ട എന്ത് ഡിസൈൻ എന്ത് ഫിനിഷിങ് വർക്ക് എന്നറിയാം നോക്കിയാൽ മുളയും കൊണ്ടിൽ ഇത്ര ഫിനിഷിങ്ങിൽ ചെയ്തൊക്കെ ഒരു സംഭവമാണ് കേട്ടോ. പക്ഷേ ഇത് ഇങ്ങനെ മുളയും കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ ഇത് കണ്ടേ പിന്നെ കേട്ടോ മനസ്സിലായത് ഇത്രയൊക്കെ വൃത്തിക്ക് ഇത്ര ഡിസൈനിൽ നമുക്ക് മുളയും കൊണ്ടൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളത്. നമ്മുടെ നാട്ടിലൊക്കെ മുള സുലഭമായിട്ട് കിട്ടുന്നൊരു സംഭവമാണ്. ഇതുവരെ ഇത്തരം സെറ്റപ്പിൽ നാട്ടിലാരും ചെയ്ത് കണ്ടിട്ടില്ല. മൊത്തം മുളൻ്റെ തൂണുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഷെഡ് തന്നെ ഒരു പണിതിട്ടില്ല. പിന്നെ അങ്ങനെ അതുപോലെ ഈ ചെറിയ ഇരിക്കാൻ വേണ്ടിയുള്ള ഷെഡ് ആക്കിയത് കണ്ടില്ല. അതങ്ങനെ ഒന്നൊന്നും അല്ല കേട്ടോ, കുറേ ഇതിൻ്റെ അകത്ത് ഓരോ മൂലയിൽ ഒരുപാടാക്കി വെച്ചിട്ടുണ്ട്. അത് ഒരേ ഡിസൈനിലാണ്. പിന്നെ എന്താ കയറും കൊണ്ടൊക്കെ ഇങ്ങനെ എല്ലാം ആക്കിയിട്ട് നടുക്ക് വലിയൊരു കുളം, അതിൻ്റെ സൈഡിൽ കൂടിയിട്ടുള്ളൊരു ഭാഗങ്ങളാണ് ഇതൊക്കെ. എന്താ വേറൊരു ഷെഡ് അതേ കണക്ക് തന്നെ. ഇങ്ങനത്തെ ഷെഡ് കുറേ ഉണ്ട് കേട്ടോ, കുറച്ചൊന്നുമല്ല. ഓരോരു കുറച്ചങ്ങോട്ടും നടന്നു പോകുമ്പോൾ തന്നെ ഇങ്ങനത്തെ ഒരുപാട് ഒരേ ഡിസൈനിൽ കുറേ ഷെഡുകൾ കാണാൻ പറ്റുക. നല്ല സീറ്റിങ്ങും അതിൻ്റെ ഡിസൈനെല്ലാം കാണാം. മുളയും കൊണ്ടാക്കിയ ഒരു സെറ്റപ്പ് എന്താ എന്ത് രസമല്ലേ. ഇതാ സെൻറ്ററിൽ ലൈറ്റ്. പക്ഷെ എന്നാലും ഈ മുളയും കൊണ്ട് ഇവർ ഇത്ര സെറ്റപ്പ് ചെയ്യുന്ന നമ്മൾ പ്രതീക്ഷിച്ചേയില്ല കേട്ടോ. അത് ഭയങ്കര സംഭവമായി. ഇത് ആദ്യമായിട്ട് ഇങ്ങനെ മുളയും കൊണ്ട് ഇത്രയൊക്കെ മോഡൽ ഇങ്ങനെ ഒരു സംഭവം ചെയ്തിട്ട് കാണുന്നത്. കയറും കൊണ്ട് സൈഡൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. മൊത്തം നമ്മുടെ നാടൻ ചൂടിക്കയറാണ് കേട്ടോ സൈഡിലാണ് കെട്ടിയിട്ടുള്ളത്. ഇവിടെ പ്രത്യേകിച്ച് ഒരു അരുവി കണക്ക് ഇവരുണ്ടാക്കിയിട്ടുണ്ട്. വെള്ളം ഇങ്ങനെ ഉണ്ടാവും, വെള്ളം ഒഴിച്ച് പോയി നേരെ പോകുന്നത് ആ കുളത്തിലേക്ക് വെള്ളം ഒഴുകിപ്പോകുന്ന രീതിയിൽ അതാ ചെറിയൊരു അരുവി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിങ്ങനെ ഒരു കുന്നിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നൊരു സംഭവമാണ് കണ്ടോ. ഇതിലെന്ത് സെറ്റപ്പിലാന്ന് നോക്കി ഇവർ ഈ അരുവിയിൽ കൊണ്ടുപോയി ചെയ്തെന്ന് വെച്ചാൽ അത്ഭുതമാണ്. ഇതൊക്കെ നാച്ചുറലായിട്ട് ഇവർ ചെയ്താട്ടോ. അതാ ഉണ്ടാവും സൈഡൊക്കെ കംപ്ലീറ്റ് സൈഡിൽ നമ്മുടെ നാട്ടിലെ നാടൻ ചൂടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ചൂടിക്കയറും കൊണ്ട് ചെയ്താണ്ട് എന്ത് ഭാഗം വെള്ളം അങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. ഉണ്ടാവും മുകളിൽ നിന്ന് ഭാഗത്തുനിന്നുണ്ട് ഒരു കുന്നും പ്രദേശം കണക്കെ ആക്കിയിട്ട് ആ മുകളിൽ നിന്ന് ആ വെള്ളം അങ്ങനെ ഒഴുകി വരുന്നതാണ്. ഒഴുകി വരുന്ന വെള്ളം നേരെ പോയി ചാടുന്നത് ആ കുളത്തിലേക്കാണ്. ഒറിജിനൽ വെള്ളം തന്നെ ഇങ്ങനെ ഒലിച്ചൊലിച്ച് വരുന്ന കേട്ടോ, അല്ലാണ്ട് വേറെ അത് ഡിസൈൻ വർക്കൊക്കെ ചെയ്തൊന്നല്ല കേട്ടോ. ഒറിജിനലായിട്ട് വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നത് രംഗമായത് അതുകൊണ്ടാ. നമ്മളെ നാട്ടിലെ തോട്ടത്തിലൊക്കെ ഉണ്ടാകുന്ന ആ പുല്ലൊക്കെയാണ് ഇവർ നല്ലൊരു മോഡലാക്കിയിട്ട് ഇവരെ പിടിപ്പിച്ചിട്ടുള്ളത്. അതാ നാടൻ പുല്ല്. ഫുൾ കളർഫുൾ ലൈറ്റും കൊണ്ടാണ് ഇവരെ ഇപ്പോൾ മൊത്തം പരിപാടി അവതരിപ്പിച്ചുകൊണ്ട് എന്ത് രസം. ലൈറ്റൊക്കെ ആക്കിയിട്ട് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു വ്യൂ ആക്കിയിട്ടുണ്ട്. കണ്ട ഒരു കുന്നും പ്രദേശമൊക്കെ ആക്കിയാണ്ട് ഇവർ. എന്നിട്ട് അതിന് മൊത്തം മറ്റേ ചെടികൾ പിടിപ്പിച്ചു, പുല്ലുകൾ. ചെരുവുകളും മലകളെ കണക്കെല്ലാം ആക്കിയാണ് സൈഡിൽ കാണുന്നുണ്ടാവും. ഫുൾ ലൈറ്റാണ്, ലൈറ്റിൻ്റെ കളി തന്നെ. കണ്ട ചെരുവുകളൊക്കെ ഇവരിത് ഉണ്ടാക്കിയാട്ടോ. അതൊക്കെ ഒരു നിരപ്പായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു ഇത്. കുറേ മരങ്ങൾ കൊണ്ട് പിടിപ്പിച്ചു, അതുകൊണ്ട് നല്ല തണൽ മരങ്ങളായി.
പിന്നെ ഓരോ മൂലയിലും മറ്റേ ഞാൻ പറഞ്ഞ കൂരയുണ്ട്, അങ്ങനത്തെ അവിടെ ഒരു ദൂരത്തെ ഒരു കൂര കാണുന്നത്. അതാ ഒരേ ഡിസൈനിൽ അതുപോലത്തെ കുറേ കൂരകൾ ഇവർ നിർമ്മിച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. ഇതിനകത്ത് നടക്കാൻ വേണ്ടിയിട്ട് ഒരുപാടുണ്ട് കേട്ടോ, കുറച്ചൊന്നുമല്ല. കണ്ടോ ഒരു ഒരുപാട് സ്ഥലമാണ്, നടന്ന് എത്താൻ പറ്റാത്തൊരവസ്ഥയാണ് ഇതിൻ്റെ അകത്ത്. ഒക്കെ കണ്ട കുറച്ച് ഹൈറ്റ് കൂട്ടിയിട്ടൊക്കെ പണിതിട്ട് ആ സ്റ്റെപ്പ് കാര്യങ്ങളാക്കി അതിനകത്ത് അതിൻ്റെ മുകളിലൊരു ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അത് കണക്കത്തെ ഒരു കൂര. അത് ഇവിടെ ഒരു കൂര ചെയ്താൽ അതേപോലെ പുല്ല് കൊണ്ടുണ്ടാക്കിയ. അത് ഇത് ഇരുമ്പിൻ്റെ തൂണ് വെച്ചിട്ട് അതിൻ്റെ തൂണിനാണ് നല്ല ലൈറ്റൊക്കെ കൊടുത്ത് പിന്നിട്ട് നമ്മളെ നാട്ടിലെ നാടൻ കയറാന്ന് ഈ സൈഡിൽ എന്നിട്ട് കെട്ടി വെച്ചിട്ടുള്ളതാണ്. അതാ കറക്റ്റ് വയ്ക്കുക നാടൻ നമ്മളെ ചൂടിക്കയറാതത് ഭയങ്കര ഒരു വെറൈറ്റി മോഡലാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഇതെല്ലാം ഒരു പഴയൊരു മോഡലായിട്ട് മാറിയ സംഭവം ഇവിടെ ഇപ്പോൾ പുതിയൊരു മോഡലാക്കിയിട്ട് ഇവർ വെറൈറ്റി ആക്കിയിട്ട് കൊണ്ടുവന്നുണ്ട് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ. എന്ത് രസം നോക്കിയേ. അല്ല ഫുള്ള് നാടൻ ചൂടിയാണ് ഈ സൈഡിൽ കംപ്ലീറ്റ് ഇവർ മോഡലാക്കിയത്. അതിനകത്തേക്ക് ഇങ്ങനെ വിഷം പറഞ്ഞുകൊണ്ട് നടന്നിങ്ങനെ സമയം കളയാൻ വേണ്ടി ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ. ഒക്കെ കയറാണ്, അതാ കയറ് കെട്ടിയിട്ടാണ് മൊത്തം സൈഡ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ സെൻറ്റർ വ്യൂ ആട്ടോ, കുളവില്ല ഭാഗം. അത് ഫുള്ള് ലൈറ്റെല്ലാം ആക്കിയിട്ടുണ്ട്. എന്ത് രസമല്ലേ, മരങ്ങളും നമ്മളെ നാടൻ ഐറ്റംസ് ചെയ്ത് ഇവർ ഇതിൻ്റെ അകത്ത് കുറേ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ മുളക് കൊണ്ടില്ല ഇത് പരിപാടി, പിന്നെ നാടൻ പാറപ്പുല്ല് കൊണ്ട് മേൽക്കൂരയാക്കിയത്, പിന്നെ അതുപോലെ തന്നെ നാടൻ പുല്ലുകൾ കുറേ ഇവരുടെ കൊണ്ടുവച്ചു. നമ്മുടെ നാട്ടിൽ ഈ തോട്ടത്തിലൊക്കെ കാണുന്ന പുല്ലുകളാണ് ഇവരുടെ ഒരു വെറൈറ്റി ആയിട്ട് കൊണ്ടുവന്ന് നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്. എന്താ ഇതൊക്കെ നോക്കിക്കോ എന്താ നാച്ചുറൽ ആക്കിയിട്ടാണ് ഇത് ചെയ്തെന്നുള്ളത്. ഫുള്ള് ലൈറ്റൊക്കെ ആക്കിയിട്ടാണ് ഇത് നടക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സെക്ഷനത്. അതൊരു കുന്നും മലകളൊക്കെ ഇവരുണ്ടാക്കിയണ്ട. അതിനകത്ത് കുറേ മരങ്ങളെല്ലാം വെച്ച് ഒരു ഭയങ്കര സെറ്റപ്പ് ആക്കി കേട്ടോ. അത് കണ്ട ഞാൻ പറഞ്ഞ നാടൻ പുല്ല്, നമ്മുടെ നാട്ടിൽ തോട്ടത്തിലൊക്കെ ഉണ്ടാകുന്ന പുല്ല്. അതൊക്കെ ഇവർ നല്ലൊരു വെറൈറ്റി ആക്കിയിട്ട് ഇട കൊണ്ടുവന്നണ്ട. ഫുള്ള് ചൂടിയും കൊണ്ടാണ് സൈഡ് മൊത്തം ഇവർ കെട്ടി വെച്ചത്. നമ്മുടെ നാട്ടിലാണെങ്കിൽ മൊത്തം അത് മറ്റേ ഇരുമ്പിൻ്റെ ആ ചങ്ങലായിരിക്കും കെട്ടി വെച്ചിട്ടുണ്ടല്ലേ. ഇത് ഈ ഒരു മോഡലിൽ ഇവർ